എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് ആരാണ് ഡിവൈൻ. അപ്പോൾ ഡിവൈൻ പറയാം, നമുക്ക് നമ്മുടെ സൃഷ്ടാവ് എന്ന് നമുക്ക് പറയാം, നമ്മുടെ പ്രപഞ്ച ശക്തി എന്ന് പറയാം, ഭഗവാൻ എന്ന് പറയാം. എല്ലാം എന്താണ്? ഒന്ന് തന്നെയാണ്. നമ്മൾ പല പല നാമങ്ങളിൽ നമ്മൾ വിളിക്കുന്നു എന്ന് മാത്രം. നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, കുട്ടികളൊക്കെ അച്ഛാന്ന് വിളിക്കും, ഡാഡി, പപ്പ എന്നൊക്കെ വിളിക്കും. പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അച്ഛനെ അറിയപ്പെടുമല്ലോ. അതുപോലെ നമ്മുടെ പിതാവ്, നമ്മുടെ ക്രിയേറ്റർ, നമ്മുടെ സൃഷ്ടാവ്, ഭഗവാൻ ഒക്കെ ഒരേ ആൾ തന്നെ. നമ്മൾ പല രൂപങ്ങളിൽ നമ്മൾ വിളിക്കുന്നു എന്ന് മാത്രം. അതുപോലെ ഏത് മതങ്ങളിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും നമ്മൾ എങ്ങനെയാണോ കാണുന്നത് ആ ഡിവൈനെ, ആ ഭഗവാനെ ആ രൂപത്തിൽ നമുക്ക് കാണാം. പക്ഷേ എല്ലാം എന്താണ്? ഒരു എനർജി, ആ ഒരു ഊർജം എന്ന് നമുക്ക് പറയാം. അത്രയും ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സിലിരിക്കുന്ന ഒരു ആൾ, അതാണ് നമ്മുടെ സൃഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സൃഷ്ടാവ് നമുക്ക് എന്താണ്? ആ ഒരു അത്രയും എനർജിയിലിരിക്കുന്ന ഒരാൾ, അതിൻ്റെ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ നമുക്കും ആ ഭഗവാൻ തരുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ഏത് സമയവും നമ്മളെ യഥാസമയം നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിന് വലിയ ആളെന്നോ ചെറിയ ആളെന്നോ അല്ലെങ്കിൽ ഏത് മതത്തിലാണെന്നോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം എന്താണ്? ഒരേ രീതിയിൽ കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ജനന മരണ ചക്രങ്ങളില്ല. എപ്പോഴും ഒരേ കോൺഷ്യസ്നെസ്സിൽ അത്രയും ആനന്ദ ചിന്മയ സ്വരൂപം എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ഇരിക്കുന്ന ആളാണ് ആ ഡിവൈൻ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സമയത്തിലാണെങ്കിലും നമ്മളായിട്ട് യഥാസമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ ഭഗവാൻ. പക്ഷേ നമുക്കത് അറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രം. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഈ ഒരു മായയിൽ പെട്ടിട്ട് നമ്മളിങ്ങനെ നടക്കുന്നത് കൊണ്ട് നമുക്ക് ആ ശക്തിയായിട്ട് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഊർജ്ജമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ഭഗവാൻ നമുക്ക് മെസ്സേജസ് തരുന്നത് എങ്ങനെയാണ്? പല പല സിഗ്നൽസിലൂടെ, അല്ലെങ്കിൽ പല പല സിങ്ക്രോണിസിറ്റീസിലൂടെ നമുക്ക് തരും. അതുപോലെ നമ്മുടെ ആത്മാവിലൂടെ, നമ്മുടെ ഇന്നർ വോയിസ് അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ഫീലിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഓൾറെഡി നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ആത്മാവിനെ അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കി, നമ്മുടെ ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആത്മാവിനെ പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭഗവാനിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഭഗവാനെ കണക്ട് ചെയ്യാം? ഭക്തിയാണ് ഏറ്റവും എളുപ്പമുള്ള വഴി നമുക്ക് ഭഗവാനായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് രൂപത്തിലാണോ നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ ആ ഡിവൈനെ കാണാൻ നമ്മൾ ശ്രമിക്കുന്നത്, നമുക്ക് ഇഷ്ടം ആ രൂപത്തിൽ നമുക്ക് കാണാം. അത് ഏത് നാമത്തിലാണെങ്കിലും അത് കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഏത് രൂപത്തിൽ കാണാൻ ശ്രമിച്ചാലും ആ രൂപത്തിൽ ഭഗവാനെ നമുക്ക് മെസ്സേജസ്, അല്ലെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഭഗവാനിൽ നിന്ന് കിട്ടും. അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും എളുപ്പം ഭക്തിയിലൂടെ നമുക്ക് ഭഗവാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് നാമം ജപിക്കാം, നമുക്ക് ഇഷ്ടമുള്ള പ്രയേഴ്സ് നമുക്ക് കേൾക്കാം, നമുക്ക് ധ്യാനത്തിലൂടെ ഭഗവാനെ കണക്ട് ചെയ്യാം, പലതരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസിലൂടെ നമുക്ക് ഭഗവാനെ കണക്ട് ചെയ്യാം. അപ്പോൾ സാധാരണ തരത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റവും എളുപ്പം എന്താണ്? ഭക്തി എന്ന് വെച്ചാൽ നമുക്ക് നാമം ജപിച്ച് നമുക്ക് ഭഗവാനെ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു ആപ്പിൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എപ്പോഴും അങ്ങനെ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവില്ല. അവർക്കൊരു ചിത്രം, ഒരു ആപ്പിളിൻ്റെ ചിത്രം നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കും. അതെന്താ? നമ്മുടെ മൈൻഡിൽ ആ ഒരു കാര്യമില്ല. അപ്പോൾ ഒരു വിഷ്വൽസ് നമുക്ക് കിട്ടിക്കഴിയുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ കാണാൻ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്കത് എളുപ്പം നമ്മുടെ ഉള്ളിലേക്ക് പതിയും. അപ്പോൾ ആ ഒരു പിക്ചർ നമുക്ക് കാണിച്ചു തന്നത് ആപ്പിളാണെന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഉണ്ടാവുക? ആ സമയത്ത് കുട്ടികളുടെ മനസ്സിൽ അത് എളുപ്പത്തിൽ പതിയും. അതുപോലെ ഭഗവാനാണെങ്കിലും നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ അതിന് പകരം എന്താ? നമുക്ക് ഓരോ പിക്ചേഴ്സ് കാണുമ്പോൾ, ഇപ്പോൾ കൃഷ്ണൻ അല്ലെങ്കിൽ ശിവഭഗവാൻ, ഗണപതി ഭഗവാൻ, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് യേശു അല്ലെങ്കിൽ നമുക്ക് അല്ലാ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രയേഴ്സ്
നമുക്ക് പറയാൻ, നമ്മുടെ കാര്യങ്ങൾ പറയാനൊക്കെ നമുക്ക് പറ്റും. വെറും ഒരു എനർജി എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അവബോധത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ കാണാൻ ശ്രമിക്കുന്നത് ആ രീതിയിൽ നമുക്ക് കാണാം, ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷേ നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസസ് നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത്, നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ ആ ഒരു കുറച്ച് നമ്മുടെ കോൺഷ്യസ്നെസ് ഉയരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ആ എനർജി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭഗവാനെ കൂടുതൽ അറിയാനും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ഭഗവാനെ ഏത് സമയവും നമുക്ക് നമ്മുടെ ആ ഒരു ചിന്തകളായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്രയും തന്നെ ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ നമുക്ക് വരും. അതേപോലെ നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നതിൽ ഒരുപാട് ഉപരി നമുക്ക് ആ സ്നേഹം നമുക്ക് തിരിച്ച് ഭഗവാൻ തരും. പല രൂപത്തിൽ, പല ബ്ലെസ്സിങ്സിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല മാറ്റങ്ങൾ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ ഒരറിവ് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. എല്ലാവരും സന്തോഷമായിട്ട്, സമാധാനമായിട്ട്, സ്നേഹത്തോടെ ഇരിക്കാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ രാധേ കൃഷ്ണ.